ചില പ്രശ്നം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ ഇവിടെ പിതാവായ ദൈവത്തോട് പറയുകയാണ്, പിതാവ്, ഇതെല്ലാം ഞാൻ ലോകത്തിൽ വെച്ച് അങ്ങയോട് സംസാരിക്കുന്നത് അങ്ങയുടെ എന്റെ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അവർക്ക് ഉണ്ടാകേണ്ടതിനാണെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് സന്തോഷം അതിന്റെ ഒരു പൂർണ്ണതയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, ആനന്ദം ഉണ്ടാകാൻ വേണ്ടി, അതും അതിന്റെ ഒരു ഫുൾനെസ്സിൽ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ ഒരു ആനന്ദം ഉണ്ടാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അല്ലെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാൽ, ദൈവത്തോട് കൂട്ടുകൂടാനായിട്ട് തുടങ്ങിയാൽ ഒരു പ്രത്യേകത ഒരു ആനന്ദമുണ്ട്, ആനന്ദത്തിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.